റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് എത്താം. മതിൽ ചാടിയ ഗോവിന്ദചാമി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ടാണ് പദ്ധതിയിട്ടത്. കണ്ണൂർ നഗരത്തിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരെയാണ് സെൻട്രൽ ജയിൽ. ഇരുളിന്റെ മറവിൽ വേഗത്തിൽ നടന്ന് ആ ദൂരം പിന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുക എന്നതായിരുന്നു ഗോവിന്ദചാമിയുടെ ലക്ഷ്യം. അപ്പോൾ ആ റിമാൻഡ് റിപ്പോർട്ടിലെ ബാക്കി ഉള്ളടക്കത്തിലേക്ക് കൂടി നമ്മൾ വിശദമായി തന്നെ വരികയാണ്. നമ്മുടെ ഡാറ്റാ സെന്ററിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ പിന്നെ എങ്ങോട്ട് പോകണം, അതും ഗോവിന്ദചാമി കൃത്യമായി ആലോചിച്ച് ഉറപ്പിച്ചിരുന്നു. തീരുമാനം മറ്റൊന്നുമല്ല, കിട്ടുന്ന ട്രെയിനിൽ തമിഴ്നാട്ടിലേക്ക് കടക്കുക, കേരളം വിടുക. അതാണ് ഗോവിന്ദചാമി ലക്ഷ്യമിട്ട കാര്യം. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. ജയിലിന്റെ മതിൽ കടന്നു, പുറത്ത് ഇറങ്ങി. പക്ഷേ കൊടും കുറ്റവാളിക്ക് വഴിതെറ്റി. ജയിലിനകത്തെ പോലെ കണ്ണൂർ അത്രയ്ക്ക് പരിചയമില്ലല്ലോ കക്ഷിക്ക്. പല വഴി നടന്ന് റെയിൽവേ സ്റ്റേഷന് പകരം എത്തിയതാകട്ടെ തളാപ്പിലെ ഉപേക്ഷിച്ച കെട്ടിടത്തിന് അടുത്തുള്ള കിണറ്റിനുള്ളിലും ആയിപ്പോയി. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ജയിൽ ചാടുന്ന കാര്യം ഗോവിന്ദചാമി സഹതടവുകാരനോട് പറഞ്ഞിരുന്നു. നേരത്തെ ആലോചിച്ച് ഉറപ്പിച്ച് പദ്ധതികൾ തയ്യാറാക്കി ഒരുക്കങ്ങളൊക്കെ തുടങ്ങി സഹതടവുകാരനോടും കാര്യങ്ങൾ പറഞ്ഞ് കാത്തിരുന്നു. സഹതടവുകാരൻ പറഞ്ഞ ഒരു കാര്യവും ഗോവിന്ദചാമിയുടെ മനസ്സിൽ തങ്ങിയിരുന്നു. ജയിൽ ചാടിയാലുള്ള ശിക്ഷയെക്കുറിച്ച് ഈ സഹതടവുകാരനാണ് പറഞ്ഞു കൊടുത്തത്. ജയിൽ ചാടിയാൽ 6 മാസം മാത്രമേ ശിക്ഷയുള്ളൂ എന്ന് ഗോവിന്ദചാമി മനസ്സിലാക്കുകയാണ്. എന്തായാലും ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ്. കൂടെ ഒരു 6 മാസം പിടിച്ചാൽ വലിയ പ്രശ്നമൊന്നുമല്ലല്ലോ. ജയിൽ മാറ്റമെന്നുള്ള ആവശ്യവും പരിഗണിക്കാത്തത് ഗോവിന്ദചാമിയെ ഈ ജയിൽ ചാട്ടത്തിന് പ്രേരിപ്പിച്ചു എന്നതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നത്. ജയിലിൽ പ്ലംബിംഗ് ജോലികൾക്കായിട്ട് കൊണ്ടുവന്ന ക്ലാമ്പ് സ്വന്തമാക്കി അതിനെ ബ്ലേഡ് രൂപത്തിലാക്കിയാണ് സെല്ലിന്റെ കമ്പി മുറിച്ചത്. രാത്രിയിലായിരുന്നു ഇക്കാര്യങ്ങളുടെയൊക്കെ നിർവഹണം. പകൽ സമയം കിടന്നുറങ്ങും. ഭക്ഷണം കഴിക്കാനുള്ള സ്റ്റീൽ പാത്രം തറയിലിട്ട് ശബ്ദം ഉണ്ടാക്കി വാർഡന്മാർ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് കമ്പികൾ മുറിച്ചത്. എത്ര ക്ലവറായിട്ടാണ് എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്തത് എന്നത് ഈ റിമാൻഡ് റിപ്പോർട്ടിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.